നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഓണപരീക്ഷയിൽ ഏത് പാറ്റേണിലാണ് ഏതൊക്കെ വെയിറ്റേജിനാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത്. നമുക്ക് ഈ 6 ചാപ്റ്റേഴ്സ് മാത്രമല്ല പഠിക്കാനുള്ളത് എന്നുള്ള ആ ലക്ഷ്യത്തിലെത്തുള്ളൂ. സോ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്? എല്ലാ ചാപ്റ്ററിനും ഒരേ വെയിറ്റേജ് ആണോ? ഗ്രാമറിൽ എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കാണോ? 2022 അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രിയിൽ നിന്ന് 23 മാർക്കിന്റെ ചോദ്യമാണ് വന്നത്. ഈ പരീക്ഷയ്ക്ക് ചിലപ്പോൾ പ്രൊജക്ട് ടൈഗറിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന ചോദ്യം ഒന്നും വന്നില്ല. അതിന് കാരണമുണ്ട് കേട്ടോ. ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അങ്ങനെ കാത്തിരുന്ന് ഓണപരീക്ഷ ഇങ്ങ് എത്താറായി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സെപ്റ്റംബർ 1-ാം തീയതി ആണെങ്കിൽ മറ്റന്നാളാണ് നമ്മുടെ ഓണപരീക്ഷ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ SSLCയിൽ ജോയിൻ ചെയ്ത ആ ദിവസം ഓണപരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടുമെന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയോ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഞാൻ വന്നത്. ഈ വീഡിയോ അതിനുള്ളതൊന്നുമല്ല. പിന്നെ എന്തിനാണ് സാർ? നമ്മുടെ ടാർഗറ്റ് ഇതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ സിസ്റ്റമാറ്റിക്കായി സ്മാർട്ടായി വർക്ക് ചെയ്ത് ഓരോ വിഷയങ്ങളിലും A+ നേടാം. ഇംഗ്ലീഷാണ് ആദ്യത്തെ എക്സാം. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സ്മാർട്ടായി വർക്ക് ചെയ്താലേ ഇനി സാധിക്കുള്ളൂ. കാരണം നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത് ഒരു ദിവസമാണ്. സോ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഓണപരീക്ഷയിൽ ഏത് പാറ്റേണിലാണ് ഏതൊക്കെ വെയിറ്റേജിനാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത്, ഏതൊക്കെ ഗ്രാമർ ചോദ്യങ്ങളാണ് വന്നത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒറ്റ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാമിന് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാമിന് A+ വാങ്ങേണ്ടത് എന്നുള്ളത്. സോ നിങ്ങൾ റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെപ്പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഉണ്ടാവും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. അവർക്കും ഈ വീഡിയോയുടെ ലിങ്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് ബിഗിൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നോക്കൂ, നമ്മുടെ ഓണപരീക്ഷയിൽ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 2 യൂണിറ്റുകൾ. ആദ്യത്തെ യൂണിറ്റിൽ അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രി, ദ സ്നേക്ക് ആൻഡ് ദ മിറർ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് 3 ചാപ്റ്റേഴ്സ്. രണ്ടാമത്തെ യൂണിറ്റിൽ പ്രൊജക്ട് ടൈഗർ, മൈ സിസ്റ്റർ ഷൂസ്, ബ്ലോയിങ് ഇൻ ദ വിൻഡ്. എന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഈ 6 ചാപ്റ്റേഴ്സ് മാത്രമല്ല പഠിക്കാനുള്ളത്. 6 ചാപ്റ്റേഴ്സിനൊപ്പം 6 ഗ്രാമർ ടോപ്പിക്കുകളും പഠിക്കാനുണ്ട്. ഏതൊക്കെയാണത്? റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ്, ഫ്രേസൽ വെർബ്സ്, പ്രപ്പോസിഷൻസ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, കോൺവെർസേഷൻ, കംപ്ലീഷൻ. സോ ഈ പറയുന്ന 12 ടോപ്പിക്കുകളും പഠിച്ചാലാണ് നമ്മൾ ഇംഗ്ലീഷിൽ A+ വാങ്ങുക എന്നുള്ള ആ ലക്ഷ്യത്തിലെത്തുള്ളൂ. സോ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്? എല്ലാ ചാപ്റ്ററിനും ഒരേ വെയിറ്റേജ് ആണോ? ഗ്രാമറിൽ എല്ലാ ചോദ്യത്തിനും ഒരേ മാർക്കാണോ? ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നോക്കൂ, നമുക്ക് ആദ്യം കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 ഓണപരീക്ഷയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. 2023 ഓണപരീക്ഷയിൽ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് 18 മാർക്കിൻ്റെ ഡിസ്കോഴ്സുകൾ, അതായത് ഗ്രാമർ ഇല്ലാതെ ഡിസ്കോഴ്സുകളും കോംപ്രിഹെൻഷനും വന്നിട്ടുണ്ട്. അതായത് 7 മാർക്കിൻ്റെ നറേഷൻ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻട്രി എന്ന് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ഡയറി ചോദിച്ചിട്ടുണ്ട്. 6 മാർക്കിന് ബോയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട് 2023. ദെൻ സ്നേക്ക് ആൻഡ് മിററിലേക്ക് വന്നപ്പോൾ അതിൽ നിന്നും ഏകദേശം 17 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. 5 മാർക്കിന് പാസേജ്, അതായത് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് പാസേജ് വന്നത് സ്നേക്ക് ആൻഡ് മിറർ എന്നാണ്. 7 മാർക്കിന് റൈറ്റ് അപ്പ്, അതായത് 7 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ നിന്നാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നത്. വിച്ച് മീൻസ് ഈ പരീക്ഷയ്ക്ക് ചിലപ്പോൾ പ്രൊജക്ട് ടൈഗറിൽ നിന്ന് 7 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നോട്ടീസ് ചോദിച്ചിട്ടുണ്ട് ദ സ്നേക്ക് ആൻഡ് ദ മിററിൽ നിന്ന്. ഇനി ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് കഴിഞ്ഞ വർഷം ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, നമുക്ക് 2 പോംസ് പഠിക്കാനുണ്ടല്ലോ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗും ഉണ്ട്, ബ്ലോയിങ് ഇൻ ദ വിൻഡും ഉണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന ചോദ്യം ഒന്നും വന്നില്ല. അതിന് കാരണമുണ്ട് കേട്ടോ, നിങ്ങൾ പഠിക്കാതെ പോകരുത്. കാരണം കഴിഞ്ഞ തവണ നേരത്തെ ആയിരുന്നു ഓണപരീക്ഷ, പല സ്കൂളുകളിലും ബ്ലോയിങ് ഇൻ ദ വിൻഡ് പഠിപ്പിച്ചു തീർന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും ചോദ്യം വന്നില്ല. അതുകൊണ്ട് തന്നെ അപ്രിസിയേഷനും കോംപ്രിഹെൻഷനും 10 മാർക്കിന് എവിടെ നിന്ന് ചോദിച്ചു? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് ചോദിച്ചു. എന്നാൽ ഈ വർഷം 5 മാർക്ക് ഏതെങ്കിലും ഒന്ന്, അപ്രിസിയേഷനോ കോംപ്രിഹെൻഷനോ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നും ദെൻ ഒന്ന് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നും ആവാനാണ് സാധ്യത കൂടുതൽ. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്.
ഇനി പ്രൊജക്ട് ടൈഗറിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ ഓണപരീക്ഷ നേരത്തെ നടന്നത്. പ്രൊജക്ട് ടൈഗറിൽ നിന്ന് എന്നിട്ടും 17 മാർക്കിൻ്റെ ചോദ്യം വന്നു. കോൺവെർസേഷൻ 5 മാർക്കിന്, ന്യൂസ് റിപ്പോർട്ട് 6 മാർക്കിന്, ഫോർമൽ ലെറ്റർ 6 മാർക്കിന്. ആക്ച്വലി ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ മാരത്തണിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളിത് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇനി മൈ സിസ്റ്റർ ഷൂസിന് കഴിഞ്ഞ തവണ ആരും പ്രതീക്ഷിക്കാതെ 6 മാർക്കിൻ്റെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നു. സാധാരണഗതിയിൽ ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു ചാപ്റ്ററാണ്. എന്നാൽ അതും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. ദെൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഫോറിൻ പാസേജും ഡാറ്റ അനാലിസിസും 5 മാർക്കിന് തന്നെ. അത് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. അത് ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി എല്ലാ വർഷവും എന്ത് ചോദിക്കാറുണ്ട്, പ്രൊഫൈൽ ചോദിക്കാറുണ്ട്. സാർ വില്യം വേർഡ്സ്വർത്തിന്റെ പ്രൊഫൈൽ ആണെങ്കിൽ അത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ അല്ലേ സാർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷേ ഇതൊരു ജനറൽ ക്വസ്റ്റൻ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആരുടെ ചോദിച്ചാലും, അതായത് സത്യജിത് റായ്, വില്യം വേർഡ്സ്വർത്ത്, അല്ലെങ്കിൽ റസ്കിൻ ബോണ്ട്, ആരുടെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബോബ് ഡിലൻ നമ്മൾ എഴുതാൻ പറ്റും. ഒരു കോമൺ ഫോമാറ്റ് ഉണ്ട്. നമ്മളത് എന്ത് ചെയ്യും, നമ്മളത് പഠിക്കും. നമുക്ക് 1-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതിയും 2-ാം തീയതിയും എന്തുണ്ട്, മെഗാ മാരത്തൺസ് ഉണ്ട്. നമ്മളതിൽ അടിപൊളിയായിട്ട് പഠിക്കും. ഇനി നിങ്ങളത് ഗ്രാമർ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ നമുക്ക് റിപ്പോർട്ട് സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനാണ്. ഏത് ചാപ്റ്ററാണ് എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം റൂൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചാപ്റ്റർ എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ചാപ്റ്ററിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് സ്പീച്ച് മൈ സിസ്റ്റർ ഷൂസ് വന്നാൽ ഇവിടെ അത് കൂട്ടേണ്ടത് നിങ്ങൾ ആലോചിക്കേണ്ട. ഗ്രാമർ ജനറലാണ്. ഏത് ചാപ്റ്ററിന് വന്നാലും നമുക്ക് റൂൾ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയോ എഡിറ്റിംഗ് 4 മാർക്കിന് ചോദിച്ചു. ഫ്രേസൽ വേർബ്സ് 5 മാർക്കിന് ചോദിച്ചു. കഴിഞ്ഞ വർഷം പ്രപ്പോസിഷൻസ് എന്ന് ചോദ്യം വന്നില്ല അല്ലേ? പ്രപ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇൻ, അറ്റ്, ഓൺ, ഓഫ്, അതുപോലുള്ള ചോദ്യം കഴിഞ്ഞ വർഷം വന്നില്ല. ദ ഡസൻ മീൻ ഈ വർഷം വരില്ല എന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഇനി നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസിന് കഴിഞ്ഞ വർഷം 4 മാർക്കിന് ചോദിച്ചു. അത് 1-ലധികം ചാപ്റ്റേഴ്സിനാണ് ചോദ്യം വന്നത്. അതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഇതൊക്കെ നമ്മൾ ലൈവിൽ പഠിക്കും. ഇനി കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദിച്ചു 5 മാർക്കിന്. സോ ഇതാണ് 2023 പാറ്റേൺ. ഇനി നിങ്ങൾ 2022 വരും. തൊട്ട് മുമ്പത്തെ വർഷം 2022 അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ നിന്ന് 23 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നത്. 7 മാർക്കിൻ്റെ നറേഷൻ ചോദിച്ചു, 5 മാർക്കിന് നോട്ടീസ് ചോദിച്ചു, 5 മാർക്കിന് ഡയറി ചോദിച്ചു, 6 മാർക്കിന് കോൺവെർസേഷൻ ചോദിച്ചു. അഗെയിൻ 23 മാർക്ക്. ഇനി സ്നേക്ക് ആൻഡ് മിററിന് 19 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നത്. റൈറ്റപ്പ് 7 മാർക്കിന്, ക്യാരക്ടർ സ്കെച്ച് ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് 6 മാർക്കിന്, ഫോർമൽ ലെറ്റർ ഇൻ ദ സെൻസ് ഹോമിയോപ്പത് പോലീസിനൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. തൻ്റെ വീട്ടിൽ റോബറി നടന്നതായിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. സോ അതിനെക്കുറിച്ചൊരു ലെറ്റർ. ഈ ലെറ്ററൊക്കെ നമ്മൾ ലൈവിൽ പഠിക്കും. നമ്മളെ മാരത്തണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സോ ഇത്രയും ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ 2 ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. പ്രൊജക്ട് ടൈഗറിനും 16 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 3 ചാപ്റ്റർ ഏതൊക്കെയാണ്? അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദ മിറർ, പ്രൊജക്ട് ടൈഗർ. ഇനി നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇവിടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നാണ് 2022 അപ്രിസിയേഷൻ ചോദിച്ചത്. കോംപ്രിഹെൻഷൻ എവിടെ നിന്ന് ചോദിച്ചു? അതായത് നിങ്ങൾക്ക് സ്റ്റാൻസ് തന്നിട്ട് 1 വേർഡ് ക്വസ്റ്റൻസ് എവിടെ നിന്ന്, 1 മാർക്ക് ക്വസ്റ്റൻസ് എവിടെ നിന്ന് ചോദിച്ചു? ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് ചോദിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ പറഞ്ഞു പ്രൊജക്ട് ടൈഗറിന് പാസേജ് ചോദിച്ചു. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ, സത്യജിത് റായി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ 6 മാർക്കിൻ്റെ പാരഗ്രാഫ് ചോദിച്ചു. ആ പാരഗ്രാഫ് ചോദിച്ചത് എവിടെ നിന്നാണെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഞെട്ടും. പ്രൊജക്ട് ടൈഗറിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ഉണ്ടല്ലോ, എന്ത്, നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നത്. സോ അതൊക്കെ നമുക്ക് പഠിക്കണം. ഇനി നമ്മൾ ഗ്രാമറിലേക്ക് വരുന്നതിന് മുമ്പ് ഫോറിൻ പാസേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡാറ്റ അനാലിസിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മജീദിയുടെ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് എ ജനറൽ ക്വസ്റ്റ്യൻ. ഞാനിത് 3 ഒരു ബോക്സിലാക്കാനുള്ള കാര്യം, ഇത് 3 ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇനി ഇങ്ങോട്ട് വരൂ. വീണ്ടും ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ടർ സ്പീച്ച് 2 മാർക്ക്, എഡിറ്റിംഗ് 4 മാർക്ക്, ഫ്രേസൽ വേർബ് 4 മാർക്ക്, പ്രപ്പോസിഷൻസ് 5 മാർക്ക്. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ് ആ വർഷം ചോദിച്ചിട്ടില്ല. കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദിച്ചു. സോ ഇതാണ് 2022 സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി 2019 വാ. ഇതൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നാച്ചു സാർ ഇവിടെ നിൽക്കുന്നത്. സോ 2022 സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി നിങ്ങൾ. അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ 2019 അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ 28 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിച്ചത്. പാസേജ് ചോദിച്ചു, നറേഷൻ ചോദിച്ചു, ഡയറി ചോദിച്ചു, നോട്ടീസ് ചോദിച്ചു, സ്പീച്ച് ചോദിച്ചു. ഇനി സ്നേക്ക് ആൻഡ് മിററിന് 17 മാർക്കിൻ്റെ ചോദ്യം. ന്യൂസ് റിപ്പോർട്ട് ചോദിച്ചു, കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദിച്ചു, ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു. ഓക്കെ. ഇനി
പ്രൊജക്ട് ടൈഗറിന് 13 മാർക്ക്, റൈറ്റപ്പ് ചോദിച്ചു, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ദെൻ ആ വർഷവും ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ തന്നെയാണ് അപ്രിസിയേഷനും കോംപ്രിഹെൻഷനും ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ആ അക്കാദമിക് ഇയറിൽ കുറച്ച് വർക്കിംഗ് ഡേയ്സേ കമ്പാരിറ്റീവ്ലി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ചാപ്റ്റേഴ്സിന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നില്ല എന്നല്ല, മൈ സിസ്റ്റർ ഷൂസ് പഠിക്കണ്ട, ബ്ലോയിങ് ഇൻ ദ വിൻഡ് പഠിക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അക്കാദമിക് ഇയറിൽ കുറച്ച് വർക്കിംഗ് ഡേയ്സേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ചോദ്യമൊക്കെ ആദ്യത്തെ ചാപ്റ്റേഴ്സിന് വന്നു. അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. റൈറ്റ്. ഇനി അവിടെയും ഗ്രാമർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് വന്നത്? റിപ്പോർട്ടർ സ്പീച്ചിൽ നിന്ന്, എഡിറ്റിംഗ്, ഫ്രേസൽ വെർബ്, പ്രപ്പോസിഷൻസ്, നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്, കോൺവെർസേഷൻ കംപ്ലീഷൻ. സോ ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദ മിറർ, പ്രൊജക്ട് ടൈഗർ, ഇത് 3 നിർബന്ധമായിട്ടും ഡിസ്കോഴ്സുകൾ ഉൾപ്പെടെ ഗംഭീരമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അടുത്ത കാര്യം എന്താണ്? ഗ്രാമറിൽ 5 അല്ലെങ്കിൽ 6 ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. ഏകദേശം 20 മാർക്കിന് ഗ്രാമർ എന്നാണ് ചോദ്യം. സോ ഗ്രാമർ നന്നായിട്ട് പഠിക്കണം. പിന്നെ നമുക്ക് മനസ്സിലായ കാര്യം എന്താ? പോയത്തുനിന്ന് 2 ടൈപ്പ് ക്വസ്റ്റനേ വരുള്ളൂ, ഒന്നിക്കെങ്കിൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ. അടുത്ത നമുക്ക് മനസ്സിലായ കാര്യം, എല്ലാ വർഷവും എന്ത് ചോദിക്കും? ഒരു പ്രൊഫൈൽ ചോദിക്കും. സോ ആ പ്രൊഫൈൽ എഴുതി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിതൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനനുസരിച്ച് വർക്ക് ചെയ്യണം. സോ ഇതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വരുന്ന സെപ്റ്റംബർ 1-നും 2-ാം തീയതിയും വൈകുന്നേരം ലൈവിൽ വരാൻ പോകുന്നത്. സോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ തടി തപ്പാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിമ്മിക്സ് കാണിച്ച് നിങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയോ അല്ല സെപ്റ്റംബർ 1-നും 2-നും നമ്മൾ മെഗാ മാരത്തൺസ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് കൃത്യമായൊരു വിഷൻ ഉണ്ട്, നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായും നിങ്ങൾ 2 ലൈവും മിസ് ചെയ്യാതെ കാണുക. ഇതൊക്കെ നമ്മൾ അവിടെ ഗംഭീരമായി സിസ്റ്റമാറ്റിക്കായി ടൈം ബൗണ്ടഡായി പഠിക്കും. ഡിസ്കോഴ്സുകളും ചാപ്റ്ററും ഗ്രാമറും ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കും. അതിലൊന്നും യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്തായി എന്നുള്ളത് കൂടെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഹൗ ആർ യു ഗിയറിംഗ് അപ്പ് ഫോർ യുവർ ഇംഗ്ലീഷ് എക്സാം? സോ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി ഏത് രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നടത്തുന്നതെങ്കിലും സെപ്റ്റംബർ 1-നും 2-നും വൈകുന്നേരമുള്ള ലൈവുകൾ നിങ്ങൾക്ക് അത്രമേൽ ക്രൂഷ്യലാണ്. സോ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക? ആ ലൈവിലേക്ക് വരിക. ലൈവിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാക്സിമം ആളുകളിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യണം. ആൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതുകൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഡ്രോപ്പ് യുവർ തോട്ട്സ് ഇൻ ദി കമൻറ്റ് ബോക്സ് ബിലോ. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആൻഡ് വാട്ട് യു തിങ്ക്, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ലൈവിൻ്റെ കാര്യം മറക്കാതിരിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. മാക്സിമം ആളുകളിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി. ഐ വിൽ സീ യു അറ്റ് ദ മാരത്തൺ.